നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണോ അതോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ റിസ്ക് പ്രൊഫൈലിംഗുള്ള വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. മൈ നെയിം ഈസ് ക്രിസ്റ്റി കുഞ്ഞുമോൻ. വെൽക്കം ടു പ്രവാസി ഫിൻടോക്സ്. എന്താണ് റിസ്ക് പ്രൊഫൈലിംഗ്? സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഡിഫൈൻ ചെയ്യുന്നതാണ് റിസ്ക് പ്രൊഫൈലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ടൈപ്പ് ഓഫ് റിസ്ക് പ്രൊഫൈലിംഗ് ഉണ്ട്. നോർമലായിട്ട് നമ്മൾ പറയുന്നത് ലോ, മോഡറേറ്റ്, ഹൈ. ഈ 3 കാറ്റഗറിയിലാണ് ഓരോ ആളുടെ റിസ്ക് പ്രൊഫൈൽ വരുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്തിനാണ് റിസ്ക് പ്രൊഫൈലിംഗ് ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് റിസ്ക് പ്രൊഫൈലിങ്ങിനകത്ത് വരുന്നത്, എങ്ങനെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് റിസ്ക് പ്രൊഫൈലിംഗ് ചെയ്യാൻ പറ്റും, കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിനെ പറ്റിയായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റാണ് നമ്മൾ നോക്കേണ്ടത് എന്തിനാണ് റിസ്ക് പ്രൊഫൈലിംഗ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരുടെയും റിസ്ക് പ്രൊഫൈൽ വളരെ വ്യത്യാസമായിരിക്കും. പലവരും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ റിലേറ്റീവ്സ് എന്താണ് ചെയ്യുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്താണ് ചെയ്യുന്നത് കണ്ടിട്ട് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും വേറൊരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി കോപ്പി ചെയ്യരുത്. കാരണം ആ ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് പ്രൊഫൈലും നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും വളരെ ഡിഫറെൻ്റ് ആണ്. ആ ആളുടെ ലോങ് ടേം ഷോർട്ട് ടേം ഗോൾസും നിങ്ങളുടെ ലോങ് ടേം ഷോർട്ട് ടേം ഗോൾസും വളരെ വ്യത്യാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിലോട്ട് പൈസ ഇടാൻ പാടുള്ളൂ. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഈ കോവിഡ് വരുന്ന മുന്നേ അല്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ വരുന്ന മുന്നേ എൻ്റെ പല ഫ്രണ്ട്സും മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഇക്വിറ്റി സ്റ്റോക്ക് മാർക്കറ്റ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ലാസ്റ്റ് 1 year ആയിട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പലരും അവരുടെ റിസ്ക് പ്രൊഫൈലിംഗ് അറിയാതെ ജസ്റ്റ് ഓൺലൈനായിട്ട് വായിച്ചും കണ്ടതും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ചെയ്യുന്നത് കണ്ടിട്ടും ആണ് ഇത് ചെയ്തു തുടങ്ങിയത്. ഈ കോവിഡ് വന്ന സമയത്ത് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ലോക്ക്ഡൗൺ വന്നപ്പം എക്കോണമി ഡൗൺ ആയി. അപ്പം അത് കാരണം പല സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പല ഷെയർസും ഡൗൺ ആയി, ഭയങ്കര ഹൈ ആയിട്ട് ഡൗൺ ആയി. അപ്പോൾ അത് കാരണം പലവരുടെയും പ്രൊഫൈല്, പോർട്ട്ഫോളിയോയിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ സ്റ്റോക്സ് -5 തൊട്ട് -25% വരെ നെഗറ്റീവ് റിസൾട്ട്സ് കാണിക്കാൻ തുടങ്ങി. പലവർക്കും ഇത് എന്താ പറയുക, സൈക്കോളജിക്കലായിട്ട് ഇഷ്യൂസ് വരാൻ തുടങ്ങി. അവർക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പലർക്കും ഇത് എങ്ങനെയും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ പൈസ എങ്ങനെയും എടുത്താൽ മതി എന്നായി. അതെന്തുകൊണ്ട് ആ സിറ്റുവേഷൻ വരുന്നതെന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രൊഫൈലിംഗ് കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കാത്തതുകൊണ്ട് ആണ് ഈ സിറ്റുവേഷൻ വരുന്നത്. അപ്പം ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കണം. റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്തൊക്കെ മെത്തേഡ്സാണ് റിസ്ക് പ്രൊഫൈലിങ്ങിനകത്തുള്ളത്? റിസ്ക് പ്രൊഫൈലിനകത്തുള്ള പ്രൈമറി ആയിട്ട് 3 മെത്തേഡ്സാണ് ഉള്ളത്. ഒരെണ്ണം ജനറൽ തംപ് ഓഫ് റൂൾ എന്ന് പറയും. രണ്ടാമത് റിസ്ക് പ്രൊഫൈൽ ക്വസ്റ്റ്യനിയർ ഉണ്ട്. അതൊരു സയൻറ്റിഫിക്കായിട്ടൊരു വേ ആണ് നിങ്ങളുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ മനസ്സിലാക്കാനുള്ള ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിയുമ്പം നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പ്രൊഫൈൽ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. മൂന്നാമതാണ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് ആ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് നിങ്ങളെ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ആ പുള്ളി പറഞ്ഞു തരും. പക്ഷേ ആ കൺസൾട്ടൻറ്റ് ചെയ്യുന്നത് തന്നെ ക്വസ്റ്റ്യനിയർ തന്നെയാണ് ആ കൺസൾട്ടൻറ്റും ചെയ്യുന്നത്. പുള്ളിയുടെ കയ്യിലൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും, അതിൻ്റെ ആൻസേഴ്സ് കിട്ടും. ആൻസേഴ്സ് വെച്ചിട്ട് പുള്ളി നിങ്ങളുടെ പ്രൊഫൈൽ പറഞ്ഞു തരും. ഫസ്റ്റ് മെത്തേഡാണ് റൂൾ ഓഫ് തംപ്. വളരെ സിമ്പിൾ മെത്തേഡാണ്. നിങ്ങൾ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിറ്റർമൈൻ ചെയ്യാം എത്ര % ഇക്വിറ്റി ഇടണം, അല്ലെങ്കിൽ ഹൈ റിസ്ക് ഇൻസ്ട്രുമെൻ്റ് ഇടണം, എത്ര % ലോ റിസ്കിൽ ഇടണം. ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്, നിങ്ങളുടെ പെർസെൻറ്റേജ് ആയി നിങ്ങൾ നോക്കണം. പെർസെൻറ്റേജ് 100 നിന്ന് മൈനസ് ചെയ്യണം. 100 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഏജ് ആയിരിക്കും നിങ്ങളുടെ. അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ പെർസെൻറ്റേജ് ആണ് നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പം പ്രസൻറ്റ് ഏജ് 20 ആണെങ്കിൽ 100 - 20 = 80. അപ്പോൾ 80% നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഇപ്പം നിങ്ങൾക്ക് റിസ്ക് ടോളറൻസ്, നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റി ഭയങ്കര ഹൈ ആണ്. അപ്പം കാരണം നിങ്ങൾക്ക് 20 വയസ്സുള്ളൂ, നിങ്ങൾക്ക് ലയബിലിറ്റി വരെ കുറവാണ്. പക്ഷേ ഒരു 30 years അല്ലെങ്കിൽ 40 years ആയ വ്യക്തിക്ക് ഞാൻ ഈ മെത്തേഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അവർക്ക് ലയബിലിറ്റി കൂടുതലാണ്, അവരുടെ ലോങ് ടേം ഷോർട്ട് ടേം ഗോൾസ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അവർ സെക്കൻഡ് മെത്തേഡാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. എല്ലാവരും സെക്കൻഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് സയൻറ്റിഫിക്കലി റൈറ്റ് ചെയ്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ സൈക്കോളജി മനസ്സിലാക്കാൻ വേണ്ടിയാണത്. അപ്പോൾ അത് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിയുമ്പം നിങ്ങൾ അവസാനം അതിൻ്റെ ടൂളിൻ്റെ അവസാനം നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും.
അപ്പം ഞാൻ ആ ടൂളിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളവിടെ ക്ലിക്ക് ചെയ്യുക. അത് അവിടെ പോയിട്ട് ആ ടൂളിൽ പോയിട്ട് അതിൻ്റെ ആൻസർ ട്രൂത്ത്ഫുള്ളി കൊടുക്കുക. കൊടുത്തു കഴിയുമ്പം നിങ്ങളുടെ ആൻസേഴ്സ് അവസാനം നിങ്ങൾ ലോ ആണോ മോഡറേറ്റ് ആണോ ഹൈ ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വൺസ് നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ റിസ്ക് പ്രൊഫൈൽ ലോ ആണോ മോഡറേറ്റ് ആണോ ഹൈ ആണോ, അത് കഴിയുമ്പോൾ നിങ്ങൾ അറിയേണ്ട മെയിൻ ഫാക്ടേഴ്സ് എന്താണെന്ന് പറയുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ റിസ്ക് പ്രൊഫൈലിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഫൈനൽ നിങ്ങൾ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു ടേക്ക് റിസ്ക്. നിങ്ങൾക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, അതെങ്ങനെ അതിനകത്ത് വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏജ് ഒരു ഫാക്ടറാണ്, നിങ്ങളുടെ എത്ര ഡിപ്പെൻഡൻസ് ഉണ്ട് അതൊരു ഫാക്ടറാണ്, നേച്ചർ ഓഫ് ഇൻകം, നിങ്ങളുടെ ആക്റ്റീവ് ഇൻകം ആണോ പാസീവ് ഇൻകം ആണോ അതൊരു ഫാക്ടറാണ്. അപ്പം ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം വെച്ചിട്ടാണ് നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഒരു 20 years ഉള്ള ഒരു അല്ലെങ്കിൽ 22 അല്ലെങ്കിൽ ജോബ് സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തിക്കുള്ള റിസ്ക് കപ്പാസിറ്റി വളരെ ഹൈ ആയിരിക്കും ആസ് കമ്പയർഡ് ടു ഒരു 35 അല്ലെങ്കിൽ 40. കാരണം 35 അല്ലെങ്കിൽ 40 ലയബിലിറ്റി ചിലപ്പോൾ കൂടുതലായിരിക്കും. രണ്ടാമത് വരുന്ന പോയിൻ്റാണ് റിസ്ക് ടോളറൻസ്. ഈ നിങ്ങൾക്ക് വരുന്ന ലോസസ് നിങ്ങൾ എത്രത്തോളം നിങ്ങളെ സൈക്കോളജിക്കലായിട്ട് എഫക്റ്റ് ചെയ്യുന്നു, വളരെ നല്ലതായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക് ടോളറൻസ് വളരെ കുറവാണ്. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ തന്നായിരുന്നു. എൻ്റെ പല ഫ്രണ്ട്സും കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്റ്റോക്ക് ഇക്വിറ്റി മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ലോക്ക്ഡൗൺ കാരണം പലവരുടെയും റിട്ടേൺസ് -5 to -25% വരെ പോയി. അപ്പോൾ പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ റിസ്ക് ടോളറൻസ് വളരെ കുറവാണ്. ഈ റിസ്ക് ടോളറൻസ് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, അതൊരു ഡൈനാമിക് വേരിയബിളാണ്. എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഇൻസ്ട്രുമെൻസിനെ പറ്റി അധികം നോളജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും പലർക്കും റിസ്ക് ടോളറൻസ് കുറവ്. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ സംസാരിച്ചത് ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ കിട്ടാമെന്നാണ്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ് ഫിനാൻഷ്യൽ നോളജ് ഇത് നമുക്ക് വേണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രുമെൻസിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് നമുക്കതിനെപ്പറ്റി അറിയണം. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം ഈ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ റിലേറ്റഡ് ആണ്. റിസ്ക് ടോളറൻസ് കൂടാൻ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ 8 വർഷം എക്സ്പീരിയൻസിൽ പഠിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഇപ്പോൾ ഈ എക്കോണമി സ്ലോ ആയ പോലെ പല സിറ്റുവേഷൻ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്സ് നെഗറ്റീവ് റിട്ടേൺസ് കാണിക്കും. അപ്പോൾ ആ ഒരു വട്ടം ആ ഒരു ഫേസ് നമ്മൾ പഠിച്ചു കഴിയുമ്പം നെക്സ്റ്റ് വട്ടം അതേ കൂട്ടന്നെ വരുമ്പോൾ നമുക്കറിയാം ഇത് കുഴപ്പമില്ല, നമുക്കിത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ബാക്ക് ടു നോർമലിലേക്ക് വരും. അപ്പോൾ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വലിയൊരു ഫാക്ടറാണ് നമ്മുടെ റിസ്ക് ടോളറൻസ് കൂട്ടാനുള്ളത്. റിസ്ക് പ്രൊഫൈൽ എന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന മുന്നേ ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾ ബിഗിനർ ആയാലും നിങ്ങളൊരു എക്സ്പീരിയൻസ് ഇൻവെസ്റ്റർ ആയാലും ആദ്യം ഈ സ്റ്റെപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാം 6 months to 1 year കൂടിയിരിക്കുമ്പം ഈ ഒരു ക്വസ്റ്റ്യനിയർ ഫില്ല് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബേസ്ഡ് ഓൺ ദ റിസൾട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഡിസൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.